ഒരു പ്രാവശ്യം നീ എന്നെ അറസ്റ്റ് ചെയ്താ എല്ലാ കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കൂടാ എന്റെ സഹദേവൻ സേഫ് ആണെന്ന് നീ വിചാരിച്ചിരിക്കുക? കഴിഞ്ഞ മാസം 28-ാം തീയതി ജയില് തകർത്ത് ഡാനിയെ കപ്പലേറ്റി വിട്ടിട്ട് അവൻ കന്യാകുമാരി പോയി സെറ്റിൽ ആയിരിക്കുക. അവൻ സിം കാർഡ് മാറ്റി, പക്ഷെ സെൽഫോൺ മാറ്റിയിട്ടില്ല. അവന്റെ സെൽഫോണിലുള്ള IME നമ്പർ വെച്ച് എത്ര സിം കാർഡ് മാറ്റി ഏതെല്ലാം നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഒരാഴ്ച നാഗർകോവിലുണ്ടായിരുന്നു, 5 ദിവസം കുറ്റാലം, 4 ദിവസം മധുര, 8 ദിവസം കുമളി. ഇപ്പൊ ഒടുവിൽ അവൻ രാമേശ്വരത്ത് വന്ന് സെറ്റിൽ ആയിരിക്കുക. ഇന്നലെ തിരുവനന്തപുരത്ത് വന്ന് നിനക്ക് ചരക്ക് ഇറക്കി തന്നിട്ട് ബായിയെ അറസ്റ്റ് ചെയ്തതുപോലും അറിയാതെ റോഡിലൊരു തട്ടുകടയിൽ നിന്ന് പൊറോട്ട അടിച്ചോണ്ടിരിക്കുകയായിരുന്നു പന്നി. സംശയമുണ്ടോ? ഫോൺ കുത്തി ചോദിക്കേ. സർ പറയൂ സർ. എവിടെയുള്ളേ? രാമേശ്വരത്താ സർ. ആഹാരം കഴിക്കാം. കേട്ടിക്കൊണ്ടിരിക്കുവല്ലേ? ആവശ്യമുള്ള സമയത്ത് പിടിക്കാന്നാ കരുതിയത്. എപ്പ നിനക്ക് അവനെ ആവശ്യമില്ലെന്ന് തോന്നിയോ? ഇനി എനിക്കും അവനെ ആവശ്യമില്ല. യെസ് സർ. അക്യൂസ്ഡ് എന്താ ചെയ്യുന്നേ? ആഹാരം കഴിച്ചിട്ട് കൈ കഴുകുന്നു. എത്ര ദൂരത്താ? 40 മീറ്റർ സർ. ടേക്ക് പൊസിഷൻ. ഓക്കെ സർ. ഫയർ. ചത്തുപോയി പാവം. വേഷം മാറി വന്ന പോലീസുകാര് നമ്മുടെ ചേട്ടനെ കൊന്നു കളഞ്ഞു സാറ്. 100 മൈൽ ദൂരത്ത് പോകാൻ 10 സെക്കൻഡ് മതി. അടുത്ത് നിൽക്കുന്നത് നിന്നെ കൊല്ലാനോ? 1 മിനിറ്റ് പോലും വേണ്ട. ദൈവം നിനക്കായിട്ട് നല്ലൊരു കുടുംബം തന്നിട്ടുണ്ട്, നല്ലൊരു ജോലിയും നിനക്ക് തന്നിട്ടുണ്ട്. എന്നിട്ടും പണത്തിന് വേണ്ടി കഴുകിന്റെ സ്വഭാവം കാണിക്കുന്നത് കാണുമ്പോഴാടാ വേദന ഉണ്ടാവുന്നത്. ഇങ്ങോട്ട് നോക്ക്. നാളെ സഹദേവന്റെ ബോഡി വരും. മര്യാദയ്ക്ക് ശവം ഏറ്റുവാങ്ങി പെട്ടിയിൽ വെച്ച് മാലയും അതിലിട്ട് കുഴിച്ചുമൂടി അതിൽ കുരിശും വെച്ച് നീ നേരെ പൊയ്ക്കൊണ്ടേയിരിക്കണം. അതല്ലാതെ ആളെ കൂട്ടി ടൗണിൽ പബ്ലിക്കിനെ ഡിസ്റ്റർബ് ചെയ്യാന്ന് കരുതിയുണ്ടല്ലോ, സഹദേവനെ പോലെ മറ്റൊരു പെട്ടിയിൽ നിന്നെയും തെമ്മാടിക്കുടിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. എഴുന്നേക്കടാ. ഒരു കുപ്പി മദ്യത്തിനും ബിരിയാണിക്കും പൈസയ്ക്കും വേണ്ടി പൊതുജനങ്ങളുടെ നേരെ കല്ലെടുത്തെറിയുന്നു, കടകളെല്ലാം തല്ലി തകർത്ത് അകത്ത് കയറി മോഷ്ടിക്കുന്നു. ശരിയാണോടാ? തെറ്റല്ലേ ഇതെല്ലാം? അന്ന് ജാലിയൻ വാലാബാഗിൽ നടന്ന സംഭവം നമ്മുടെ ആൾക്കാരെ 4 ചൂരകൾക്കകത്തിട്ട് ചുട്ടുകൊന്നു. അവരെല്ലാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ത്യാഗികളാണ്. ഇന്ന് പൊതുജനത്തിന്റെ സ്വാതന്ത്ര്യം തകർത്ത നിങ്ങൾക്ക് ജാലിയൻ വാലാബാഗിൽ എന്താ നടന്നെന്ന് ഇപ്പൊ കാണിച്ചു തരാൻ പോവാ. കാരണം നീയൊക്കെ ദ്രോഹികളാണ്. Forward march. Toss position. Charge. ഇവന്മാരുടെ അലർച്ച കേട്ട് റോഡിൽ നിന്ന് തെറ്റിയെന്നവരൊക്കെ പേടിക്കണം. ഓക്കേ സർ. അവന്മാരുടെ കുട്ടി അടിച്ച് പൊട്ടിക്കാ സർ. കാര്യം ബൈ ചാർജ്. നിനക്ക് അടിച്ച് പൊട്ടിക്കണോടാ. ഇതെന്താ കാണ്ടാമൃഗം മുട്ടയിടുന്ന പോലെ മുക്കിക്കൊണ്ടിരിക്കുന്നേ? എടോ, ഇവിടെ കിടന്ന് വട്ട് കാണിച്ച പ്രതിമ ഇല്ലാതാക്കല്ലേ. ഇവിടെ കല്യാണം കഴിയുന്നത് വരെ സൂപ്പർവൈസറിന്റെ ജോലി നോക്കാൻ അയച്ച ആളാണ് ഞാൻ. ഇത് വെറും നിശ്ചയം മാത്രമാണെന്ന് കരുതുക. ഇനി കല്യാണത്തിന് നാട്ടുകാരെ മുഴുവൻ വിളിച്ചത് ആഘോഷമാക്കി മാറ്റാം. അച്ഛാ, ഇതിലൊരു 60 ലക്ഷം, ഇതിലൊരു 30 ലക്ഷം ഉണ്ട്. എന്താ ഇത്, കല്യാണമാണോ അതോ കള്ളക്കടത്താണോ ഇവിടെ നടക്കാൻ പോകുന്നത്? പെട്ടിക്കകത്ത് കാശ് നിറച്ചു കൊടുക്കുന്നു. എന്റെ ഐലാഷ് കട്ടായി. എന്ത് ചേച്ചി, ടെൻഷൻ ആവാതെ. ഞാൻ മാരാരിന്ന് ഡ്രൈവറോട് വാങ്ങിക്കൊണ്ട് വരാൻ പറയാം. അവിടെ റെവ്ലോൺ ലിപ്സ്റ്റിക് പോലും കിട്ടില്ല, പിന്നെ ഐലാഷസ് എങ്ങനെ കിട്ടാനാ? എവിടെ കിട്ടും? ആ, എന്റെ അടുത്ത് ഉപയോഗിക്കാത്ത ഒരെണ്ണമുണ്ട്. എപ്പോഴാ വേണ്ടേ? സത്യ, ഇന്നാ എന്റെ നിശ്ചയം കേട്ടോ. തീർച്ചയായും നീ വരണം. ഞാൻ വരാം. I'll come with that. ചെറുക്കം വന്നു. അതെ, വലിയ നോട്ട് വെക്കണം. ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നോട്ട് ഇതങ്ങോട്ട് വെച്ച സാറേ. അല്ല, എന്തായി ഉണ്ടാക്കുന്നേ? ഓക്കി ചെത്തിക്കോ, അല്ലെങ്കിൽ ചെത്തി പോകും. വിരളിന്റെ കാര്യമാണോ പറഞ്ഞത്? ദൈവമേ, അവരൊക്കെ പോയി. വന്നപ്പോ മുതൽ അന്വേഷിക്കുക. ഒന്നൊറ്റക്കിട്ട് എവിടായിരുന്നു? ഞാൻ റെഡിയാവായിരുന്നു. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് കൊള്ളാം. നിന്റെ നാണം ഞാൻ ഇപ്പഴാ കാണുന്നത്. ഞാൻ കണ്ടു സാർ. എന്ത് കണ്ടെന്നാ? സാറ് നാണിക്കുന്നത് ഞാൻ ഇപ്പഴാ കണ്ടത്. പുറത്തൊന്നും പറഞ്ഞേക്കില്ലേ? ഒന്ന് പോടും. ഓക്കെ സാർ, ഡോർ ഓപ്പൺ ചെയ്യും. നമസ്കാരം മാഡം, അകത്തേക്ക് വരൂ. അല്ല, ഈ ബോട്ടെന്താ ഈ കരയില്? എടാ, ഈ വീട്ടിലുള്ള ആളുകളുടെ റിയാക്ഷൻ മൊത്തം നീ കടം വാങ്ങിയിരിക്കണോ? ഇനി നീ വാ തുറന്ന വായിക്കത്ത് പഴം കുത്തി കയറ്റും ഞാൻ. കാവ്യ ചേച്ചി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. വരൂ സത്യ. അകത്തേക്ക് വരൂ. ചേച്ചി സുഖല്ലേ?
നമസ്കാരം നമസ്കാരം. വടക്കാഞ്ചേരി അൽഫോൺസിനെ പറ്റി സാറ് കേട്ടിട്ടില്ലേ? നമ്മൾ തമ്മിൽ പഴയ ശത്രുത ഉണ്ടെന്ന് വിചാരിച്ച് കരീംബായി എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. എന്താ? ഇന്ന് അർദ്ധരാത്രി നിങ്ങളുടെ വീട് ആക്രമിച്ച് എല്ലാരെയും വെട്ടാൻ പറഞ്ഞ് രംഗരാജ് അൽഫോൺസിന് പണം കൊടുത്തെന്ന്. നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട് സർ. എനിക്കിപ്പോ പഴയ വൈരാഗ്യം ഒന്നുമില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം സർ? നിങ്ങളൊന്നും ചെയ്യണ്ട. ഒരു കാര്യം അറിഞ്ഞിട്ടുമില്ല. ഇത് കൊള്ളാം. കാവ്യ, സത്യോട് എനിക്ക് സംസാരിക്കണം. നിന്റെ ചിറ്റപ്പനാകെ പ്രശ്നത്തിലാണ്. എന്ത് പ്രശ്നം? ഏതോ ഒരു അജ്ഞാതൻ പണത്തിന് വേണ്ടി ഫോൺ വിളിച്ച് വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പേഴ്സണലായിട്ടൊരു ബ്ലാക്ക്ബെറി ഫോൺ വെച്ചിട്ടുണ്ട്. അതിൻ്റെ നമ്പർ എന്താണെന്നറിഞ്ഞാൽ ആ അജ്ഞാതനെ പിടിക്കാൻ പറ്റും. നിന്നെ കൊണ്ട് ആ നമ്പർ സംഘടിപ്പിക്കാൻ പറ്റുമോ? എന്റെ മുരുക, എന്റെ ഭഗവതി. സാർ നമുക്ക് പോലീസ് ഫോഴ്സിനെ ഇറക്കിയാലോ സാർ? ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും എല്ലാരും കൂടെ തോക്കുംപടി വീട്ടിലേക്ക് അയച്ചാലോ? ഭയം നോടണമെന്നാണ് പറയുന്നത്. സാർ ഇതാ, ഇത് ഗവൺമെൻറ് ആർമറി സെക്ഷൻ സർവീസിന് കൊടുത്തേക്ക്. നാളെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് കിട്ടിയാൽ മതി. അതുവരെ ഓൺ റെക്കോർഡിൽ എൻ്റെ കയ്യിൽ തോക്കുണ്ടായിരിക്കില്ല. പോലീസ് മാൻ വിത്ത് ഫാമിലി, വിത്തൗട്ട് ഓഫ് വെപ്പൺ. ചേട്ടാ DSP. ഹലോ. രാത്രി 1:30 മണിക്ക് ഫോൺ അടിച്ചപ്പോൾ നീ ഒറ്റ റിങ്ങിൽ ഫോൺ എടുത്തല്ലേ? നിന്റെ ആൾക്കാർ ഉടനെ ഫോൺ ചെയ്യും. നരസിംഹത്തിന് കുടുംബത്തിന് ചുട്ടുകൊന്നുള്ള വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണല്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ നേരെ പോരുന്നതാ. വീട്ടിൽ കിടന്നുറങ്ങുന്ന എന്റെ കുടുംബത്തിന്റെ നേരെയല്ല നീ ലക്ഷ്യമിടേണ്ടത്. നാണം കെട്ട നായെ. ഓവറായിട്ട് സംസാരിക്കരുത്. ആയുധമില്ലാതെ പോലീസുകാരൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി റൗഡികളുടെ വടിവാള് മേടിച്ച് വീശി വെട്ടിക്കൊന്നത് പത്രത്തിൽ നാളെ വരും. ഇനി പക തീർക്കാൻ വേണ്ടി പോലീസുകാരന്റെ വീട്ടിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും പതറുകൂടാ. രംഗരാജ്, നീ എന്റെ വീട്ടിനുള്ളിൽ വന്നു. ഞാൻ സഹിച്ചു. ഒരു ദിവസം ഞാൻ നിന്റെ വീടിന്റെ അകത്ത് വരും. പക്ഷേ നിനക്ക് സഹിക്കില്ല. പ്രശ്നം അല്പം സീരിയസ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമിനെ ഫോം ചെയ്യുന്നുണ്ട്. സാർ നിങ്ങളെ കൊണ്ട് ഞാൻ ചോദിച്ചതുകൊണ്ടാണ് ഈ കാര്യമൊക്കെ അറിഞ്ഞത്. ട്രാൻസ്ഫർ അത്ര ഈസി ആയിട്ട് ചെയ്യാൻ കഴിയില്ല. അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. എന്തായാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആവശ്യമില്ലാത്ത റെക്കോർഡ്സ് എല്ലാം റിമൂവ് ചെയ്തേര്. All of you, just listen. Erase all unwanted files. Password, PIN number, everything. Quick. മാത്രമല്ല വീട്ടിലേക്ക് ഓഫീസിലേക്ക് വിദേശത്ത് നിന്ന് ആരും ഒരാഴ്ചത്തേക്ക് വരാൻ പാടില്ല. രംഗരാജന്റെ BB നമ്പർ വന്നിരിക്കുന്നു. പ്രൊസീഡ് ചെയ്യും. സാർ, കൊറിയയിലേക്ക് മാനുഫാക്ചറിംഗ് ചെയ്ത് അയച്ച സൈക്കിളിൽ 4000 എണ്ണം ബാക്കിയുണ്ട് സാർ. ഒരു നല്ല ഐഡിയ.
നമ്മുടെ കാവ്യയുടെ കല്യാണത്തിന് വരുന്ന ഓരോ ആൾക്കാർക്കും ഓരോ സൈക്കിൾ വീതം അങ്ങ് കൊടുക്കാം. ദേഷ്യം വരുത്താൻ വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നതാണോ? എക്സ്ക്യൂസ് മീ പണക്കാരി മേഡം, ഇപ്പൊ എന്തിനാ എല്ലാവർക്കും സൈക്കിൾ കൊടുക്കുന്നേ? സൈക്കിൾ കമ്പനി ഉള്ളതുകൊണ്ട് സൈക്കിൾ കൊടുക്കുന്നു. അപ്പൊ എലിവേഷത്തിന്റെ കമ്പനി ആയിരുന്നെങ്കിലോ എല്ലാവർക്കും സാമ്പാറിൽ എലിവേഷൻ കലക്കി കൊടുക്കുമായിരുന്നു. സാമ്പാറിൽ എലിവേഷൻ കലക്കിയ ചീത്തയായി പോകും. ചമ്മന്തിയിൽ വേണം കലക്കാൻ. എടാ ഉരുളിത്തലേ, നിങ്ങളുടെ മേഡത്തിന് സത്യത്തിൽ വട്ടാണോ അതോ അങ്ങനെ അഭിനയിക്കുന്ന? സാർ, സാറിന്റെ പാസ്പോർട്ട് ബ്ലോക്ക് ചെയ്തു. Record. Hello. Where are you? I am near the border, Madagascar. Please don't come anywhere near to India. Why? What is happening? Bhai has been arrested by Narasimhan. Also, he trying to arrest me. You don't scare me. Give me Dorai Singham's number. I will call him and blast him myself. സർ, ഡാനി രംഗരാജും ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡാനി സാറിന്റെ ലൈനിൽ വരും. How are you, Danny? How do you know my number? How come you know my number? Third-rated criminal like you can get my number. You think I can't? Hey, cop! I am king of Indian Ocean. Hey, don't even dream of finding me. I'm coming after you. The day I see you will be the last day of your life. You want to see me? You want to see my face? Turn on your video call and see how I laugh at your stupid police force. Hey, Indian police. You all corrupted fellows. When I throw money at you like a bomb, you run behind me like a dog. Then I kick you like a slave. Nah! You African animal! Wherever you are in the world, one day I'll come in front of you. I'll arrest you. And I'll drag you. And put you back in the same cell where you escaped. And I'll make you realize the power of an Indian police! Tangaraj, you sort out your issues. I have some problems with the Australian police too. I plan to pass my business for 6 months. I mean to move away from seas and be on land for some time. Captain! ഡാനി നിങ്ങളോട് സംസാരിച്ച വീഡിയോ റെക്കോർഡ്സ് ഉണ്ട്, രംഗരാജുമായിട്ട് സംസാരിച്ച ഓഡിയോ റെക്കോർഡ്സും ഉണ്ട്. ഇതുപോലെ അയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ട. ഡാനിൻ രംഗരാജൻ ഡ്രഗ്സിനെ പറ്റി സംസാരിച്ചിട്ടില്ല സർ. അതുകൊണ്ട് ഈ കേസ് സ്ട്രോങ് ആക്കാൻ പറ്റില്ല സർ. അതിനായിട്ട് ഞാൻ വേറെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ. ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ മനസ്സിലായില്ലല്ലോ. കാർഗോ സെക്ഷനിൽ അസിസ്റ്റന്റ് മാനേജറാണ്. ഫെർട്ടിലൈസർ സാമ്പിൾ വന്നിട്ടുണ്ട്. വീട്ടിൽ കൊടുത്തേക്ക് കഴിക്കാൻ വരുമ്പോൾ നോക്കിക്കോളാം സാറ് പറഞ്ഞു. ഞാൻ അർജന്റായിട്ട് എയർപോർട്ടിൽ പോവുക. കൊടുത്തേക്കോ മാഡം? സാർ, പാഴ്സൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. എനി ഡൗട്ട്? നോ ഡൗട്ട് സാർ. സത്യയുടെ കാർ വീട്ടിലേക്ക് പോകുന്നു സാർ. ഇനി ആ വണ്ടി വെളിയിൽ പോകാൻ പാടില്ല. ഓക്കെ സാർ. ചെറിയമ്മേ, എന്താ മോളെ? ഈ പാർസൽ ചിറ്റപ്പനുള്ളതാ. സാർ, നിങ്ങളുടെ സഹോദരന്റെ കയ്യിൽ നിന്ന് ചെക്കിൽ സൈൻ വാങ്ങാൻ വീട്ടിൽ പോയിരുന്നു. സാർ, കുട്ടികൾ സാറിന്റെ ഐപാഡ് എടുത്ത് ആംഗ്രിബേഡ് കളിക്കുന്നു. എന്റെ ഐപാഡിലോ? അതെ സാർ. പാസ്വേഡ് ഇല്ലാതെ എങ്ങനെ ഓപ്പൺ ചെയ്തത്? ചോദിച്ചു. സത്യമേടമാണ് ഓപ്പൺ ചെയ്ത് തന്നതെന്ന് കുട്ടികൾ പറഞ്ഞു. ചിറ്റപ്പ, കോഫി. She must have noticed that. ഡാനിയെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിലാണുള്ളത് സാർ. സർ, രംഗരാജൻ വീട്ടിലേക്ക് എത്തി സർ. സ്പോട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് സീലി. ഓക്കെ സാർ. കുട്ടികൾ എന്തേ? അതെ, നിങ്ങൾക്കൊരു പാർസൽ വന്നിട്ടുണ്ട്. എന്താ ഇത്? ആർ യു ഡീലിംഗ് വിത്ത് ഡ്രഗ്സ്? സെർച്ച്. നീ കൊണ്ടുവന്ന പാർസൽ എന്തോ മയക്കുമരുന്നുണ്ട്. അല്ല സാർ, ഇതിനെ കുറിച്ച് ചിറ്റപ്പനൊന്നും അറിയില്ല. ഫെർട്ടിലൈസറിന്റെ സാമ്പിൾ എന്ന് പറഞ്ഞ് മാനേജർ എന്റെ അടുത്ത് തന്നത്. പാഴ്സൽ ആർക്ക് വന്നതാ? ചിറ്റപ്പന് വന്നത്.